ഹായ് ഗായ്സ്, ഇതെന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? കുറേ ദിവസമായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാൻ ഞാൻ നല്ല കാര്യപ്പെട്ട എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. എന്നാലും എല്ലാം കൂടെ ഒന്ന് കൂട്ടി എനിക്കൊന്നൊരു വീഡിയോ ആക്കാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. കാരണം എൻ്റെ ഫോണിലായിരുന്നു കുറച്ച് വീഡിയോസ് എടുത്തിരുന്നെങ്കിൽ ബാക്കി കുറേ വീഡിയോസ് എടുത്തത് സ്വത്തുവിൻ്റെ ഫോണിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നാലെ നടക്കണം നമ്മൾ ആ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നടന്ന് അവസാനം ഇപ്പോൾ ഈ ഒരു വീഡിയോ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആൽഫിനും മാതിരിയും നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വിരുന്ന് വന്നപ്പോൾ ആ ടൈമിൽ നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഞാനും ഞാനും അവനും എറണാകുളത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു, അവർ കോട്ടയത്തേക്ക് പോകുമ്പോൾ. പക്ഷെ നമ്മൾ തലേദിവസമല്ല, എക്സാക്റ്റ് പറഞ്ഞാൽ ആ മോർണിംഗ്, അതായത് ഈ യാത്ര പോകുന്ന മോർണിംഗ് തന്നെയാണ് നമ്മൾ നമുക്ക് മൂന്നാറൊന്ന് പോയോളൂ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ മൂന്നാർക്ക് അങ്ങ് യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തോ എയർ കുറവുണ്ടോയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മളിവിടെ അങ്ങനെ ഒരു ഇതിൽ കയറ്റി. അങ്ങനെ അതൊക്കെ ചെയ്തു നമ്മൾ. എനിക്ക് പനിയായിരുന്നു കേട്ടോ. പനിയെന്ന് മീൻസ് വയറിനൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. ഒരു വെള്ളം കുടിച്ച് എനിക്കൊരു പണി കിട്ടി. അപ്പോൾ മൊത്തത്തിലൊരു വയ്യായ്ക ഉണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ കഴിച്ചാണ് ഞാൻ രാവിലെ തന്നെ അവിടുന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ വഴിയിൽ നിന്ന് ഫുഡ് കഴിക്കുക ചെയ്തത്. നമ്മൾ പുറത്തെ ഫുഡ് ഒഴിവാക്കി, കാരണം എനിക്ക് ഓൾറെഡി വയറ് കേടായിട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നല്ല കിട്ടില്ലൻ ചോറും മോരും അതുപോലെ തന്നെ മീൻ കറിയും, തലേ ദിവസത്തെ മീൻ കറിയും, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ എൻ്റെ ഫേവറേറ്റ്, ഞാൻ മുമ്പൊരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു ഷോപ്പുണ്ട് കോതമംഗലം ആ ഒരു സൈഡായിട്ട്. എന്താ പറയുക, അപ്പൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. അപ്പോൾ ഞാൻ അവർക്ക് ഭയങ്കരമായിട്ട്, ഞാനും സ്വത്തും ഭയങ്കരമായിട്ട് ആൽഫിനെ കൊതി കയറ്റി നമ്മളവിടെ വണ്ടി നിർത്തി അവിടുന്ന് കുറച്ച് ബീഫും അതുപോലെ തന്നെ 4 മീൻ വറുത്തതും വാങ്ങി കേട്ടോ. അങ്ങനെ ഫിഷ് ഫ്രൈ വാങ്ങിയത് നമ്മൾ 2 ടൂണയും അതുപോലെ തന്നെ 2 അയിലയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ വഴിയിൽ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ വിശന്ന് കുടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ നിന്ന് നല്ലൊരു തട്ടി കേട്ടോ. നീ വിശപ്പോണ്ടാണോ എന്തോ, നല്ല കിടിലം ഫുഡായിരുന്നു. 5-6 വട്ടം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് കേട്ടോ ഈ സമയത്തും 5 മണിയായില്ല, 5 മണിയായിരുന്നു നട്ടപ്പര വെയില് മൂന്നാറിൽ. പിന്നെ ഫുള്ള് മൊട്ടക്കുന്നായിട്ടോ, ഫുള്ള് മൊട്ടക്കുന്നായി, ഒരൊറ്റ വെള്ളച്ചാട്ടം ഇല്ല. ഞാൻ ചോദിച്ചത് അത് ഗൈസ്, നമ്മൾ എന്താ പറയുക, ഇവിടെ ഒരു പാർക്കിൽ വന്നിക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫിഷ് സ്പാ ചെയ്യാൻ പോവാണ്. ഒരാൾക്ക് 150 രൂപ കേട്ടോ ചാർജ്. ഫിഷ് സ്പാക്ക് ഒരാൾക്ക് 150 രൂപ കേട്ടോ ചാർജ്. ആർക്കിലാട്ടോ അതിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഓൺലൈനായിട്ട് എന്തൊക്കെ സൈറ്റിലൊക്കെ കയറിയിട്ടാണ് എടുക്കുക. പിന്നെ അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വന്നിട്ട് 80 രൂപയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഫിഷ് സ്പായും അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് 150 റുപ്പീസാണ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്, 4 പേർക്ക് എടുത്തേക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഇത് എൻട്രൻസ് ആണ്. ഇനി നമുക്കിങ്ങനെ കുറേ കാഴ്ചകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. അപ്പോട്ടാ നിങ്ങളൊന്ന് ഫേസ് ടു ഫേസ് നോക്കി ചിരിച്ച. അത് കുറേ ഉണ്ട് നിങ്ങൾ അങ്ങനെ നിൽക്കണേ, മാറി സത്ത്. അവരോട് ഫോട്ടോ എടുക്കാൻ ഗൈസ്. ഇവിടെ നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളുണ്ടല്ലോ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ അക്വേറിയം ആൻഡ് ഫിഷ് സ്പാ കാണാണ്ട്. ഇവിടെ വേറെ എന്തോ ചോക്ലേറ്റ് സിറ്റി പറഞ്ഞൊരു കടയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. അതെ, ഈ സെറ്റപ്പ്. ഓ യാ, 150 റുപ്പീസിന് വർത്തായ
വീട്ടിട്ട് ചെന്നോ നല്ല സുഖമാണ്. താത്ത വെച്ചോ താത്ത വെക്കുന്നത് സുഖ നല്ല സുഖ. അത് കാല് താത്തക്ക് ഞാൻ നോക്കിയായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് അത് കൂടെ പക്ഷെ ചില സമയത്ത് ഇങ്ങനെ കാലടിക്കും ഇങ്ങനെ ഇതാവുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ അതോടെ കറക്റ്റ് അത് കാണുമ്പോൾ എനിക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. യൂട്യൂബിലുള്ള ഇതൊക്കെ അതിനാണ് മുഖം നോക്കി. അങ്ങനെ നമ്മുടെ ഫിഷ് സ്പാ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഓക്കെ പക്ഷെ ആരോടെ കരഞ്ഞു മെഴുകി. നമുക്ക് അഭിപ്രായം ചോദിക്കാൻ കഴിയും. ആരെങ്കിലും വരും അങ്ങനെ നമ്മള് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്ടോ. അപ്പൊ ഇതാ റൂമിലേക്ക് പോവാം. നല്ല രസമുണ്ട്. നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എന്താ പറയാ, ഇനി എന്തായാലും റൂമിലേക്ക് പോകണം. ചെറിയൊരു പനി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ അങ്ങ് പോയി കിട്ടി. പിന്നെ കണ്ടോ ഗൈസ്, എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഒരു കുരു. ഈ കുരു കുറേ കാലമായിട്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പൊന്തും ഞാൻ ഓയിൽമെൻറ്റ് വെച്ച് മാറും, പിന്നെയും പൊന്തും ഓയിൽമെൻറ്റ് വെച്ച് മാറും. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് വന്ന് പോട്ടെ പണ്ടാരം. അപ്പോൾ അതാ അത് വന്ന് പോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ച് കേട്ടോ. ഒരു മരുന്ന് വയ്ക്കാണ്ട് ഇനി ഇത് തന്നെ മാറണമെങ്കിൽ മാറട്ടെ. എൻ്റെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. എൻ്റെ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി, അത് വണ്ടിയിലാണ്. കുറേ നല്ല ലൈറ്റ് ഇട്ടിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ട് ആദ്രിയാൽസിന് ഗേൾസ് കണ്ടോ. ഇവിടെ നിറയെ നല്ല ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയിലേക്കാണ്. KSRTC ടൂറിസം ആണെന്ന് തോന്നുന്നു. നല്ല രസമല്ലേ കാണാൻ, ഭയങ്കര രസമുണ്ട്. പക്ഷെ ഫോട്ടോയിൽ ഈ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണുന്ന കണക്ക് ഫോട്ടോയിൽ ഭംഗി കിട്ടില്ല. എന്തായാലും നമ്മൾ ഇനി എന്തായാലും റൂമിൽ പോവാം. നല്ല തണുപ്പ് വന്നു തുടങ്ങി. അപ്പോൾ പനിയൊന്നും മാറിയിട്ടുള്ളൂ. ജലദോഷം ഉണ്ട്, പൊലിപ്പും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പനി മാറിയിട്ടുണ്ട്. നമ്മൾ ഇനി പോട്ടെ, പിന്നെ ഈ റൂമിൽ പോയിട്ട് കാണാം. റൂം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇവർ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ ഞാൻ ഇതിൻ്റെ പേരെന്താണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ പാർക്കിൻ്റെ പേര് കറക്റ്റ് പറയാത്തത്. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നാർ ടൗൺ തന്നെയായിരുന്നു കേട്ടോ. മൂന്നാർ ടൗണിലെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്, പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ശരവണ ഭവൻ, കറക്റ്റ് പറഞ്ഞാൽ ശരവണ ഭവനിന്ന് കുറച്ച് മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ ഒരു NG റീജൻസി പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് ഒരു സെറ്റപ്പിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു റൂമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് നല്ല റേറ്റ് കൂടി ഒരു എക്സ്പെൻസീവ് ഹോട്ടലൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ റൂമിൽ അധിക നേരം സ്പെൻഡ് ചെയ്യുന്നില്ല. രാത്രി കിടക്കാനും അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആവാനും മാത്രമേ നമ്മൾ റൂംസ് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഫുൾ ടൈം പുറത്ത് കറങ്ങി നടക്കുക. അതുകൊണ്ട് നമുക്ക് നല്ല ബഡ്ജറ്റ് കൂടിയ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള റൂംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നല്ല
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇവർ. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു റൂമിന് 1300 കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോള് പോലെ, എന്നിട്ട് അതിൽ 3 റൂംസ് സെപ്പറേറ്റ്, അങ്ങനെ ഒരു വലിയൊരു ഹോള് പോലെ, എന്നിട്ട് 3 റൂം അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് കേട്ടോ. അങ്ങനെ കേട്ടോ അവിടുത്തെ റൂം ഉണ്ടായിരുന്നത്. ഗൈസ് നമ്മളിപ്പോൾ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഇനി എവിടേക്കോ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. രസമുള്ള ബാക്ക്ഗ്രൗണ്ട് കാണാൻ. നല്ല രസമല്ലേ കാണാൻ. സായിപ്പന്മാര് കൊളുക്കുമല പോകാൻ വേണ്ടിട്ട് ജീപ്പിലൊക്കെ കയറി സെറ്റ് ആയിട്ടിരിക്കുന്നു. ആണോ ചുമ പറഞ്ഞിടത്തോണ്ടു ഗൈസ് നമ്മള് ഗ്യാപ്പ് റോഡ് കയറാൻ പോവാട്ടോ. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം രാത്രി ആകുമ്പോൾ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളി കിടിലൻ ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ഈ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്ന് കണ്ടോ. ആരോടൊക്കെ മൂടി പേഴ്സ് ഓ എന്താണ് എത്ര? ഒരു ഭക്ഷണിക്കാർ തുടങ്ങിയത് ഞാൻ ടിക്കറ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്താ പ്ലാൻ ചെയ്യണ്ട ഒരാൾ ഇട്ടാലൊന്ന് പ്ലാൻ ചെയ്യും. ഒരാൾ ചെടി നട്ടു വളർത്തുമ്പോൾ ഒരാൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല എവിടെ നോക്കിയാലും നല്ല അടിപൊളി കിടിലം ബൾബൊക്കെ ഇട്ട് LED കുഞ്ഞു കുഞ്ഞു മണി ബൾബൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതും നല്ല അടിപൊളി ഓരോ വ്യത്യസ്ത രൂപത്തിലൊക്കെ അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മിക്കവാറും ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് നന്നായിട്ട് അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പോകുന്ന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ നമ്മൾ പോകുന്ന പാത്തിലൊക്കെ നമുക്ക് നല്ല കിടിലൻ ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ മഞ്ഞ ബൾബും പച്ച ബൾബും ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പല കളർഫുൾ ബൾബുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവിടെ എന്തോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് പരിപാടി. എനിക്കറിയാൻ പാടില്ല എന്താ സാധനം. മ്യൂസിക്കൽ ഫൗണ്ടർ ആണെന്തോ. മറ്റേ ഡിനോസർ ഉണ്ട്. ഡിനോസർ ഞാൻ കാണിച്ചത്. ഞാൻ പറഞ്ഞ ഡിനോസർ.
കാലൊക്കെ വേദനിക്ക് തണുത്തിട്ട്. ഓ അപ്പോൾ ഇവിടെയാണ് കേട്ടോ ആ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ 5-6 ബെഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇട്ടിട്ട് നിലത്ത് ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്നാമത്തെ നടന്നു പോയിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ 8 മണിക്ക് അവിടെ ഷോ ഉണ്ടായിരുന്നു, ഷോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 7:45 തന്നെ നമ്മളവിടെ വന്നിരിക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥയാണ്, കാരണം ഫുള്ള് സോങ്സാണ്. എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ കോപ്പി റേറ്റ് കിട്ടാണ്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഫുള്ള് കോപ്പി റേറ്റ് കിട്ടിയ കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് എന്താ തണുത്ത് മരവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഞാൻ ഫേസ് സ്പാ ചെയ്ത ശേഷം എനിക്ക് കാല് ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ കാലിങ്ങനെ ഇട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു പരിപാടി ഈ ലൈറ്റിൽ എന്താ വാട്ടർ സ്പ്ലാഷ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഷോ, ആ ഒരു ഷോ അതിനെന്തോ ഒരു പേര് പറയും, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കിടിലും സോങ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് പാട്ട് കേൾപ്പിച്ച് തരാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. തുടങ്ങിയ ശേഷം അധികം ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ നല്ല തിരക്ക്, അതായത് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് തമിഴ് ഹിന്ദി സോങ്സൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. മലയാളം 1-2 പാട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നുണ്ടല്ലോ നമ്മൾ ഈ ഒരു ലൈറ്റ് ഷോയിൽ കൂടാണ്ട് നല്ല അടിപൊളി ഷോ അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. ഒരു ചേട്ടൻ നന്ന കിടിലനായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് മറ്റേ ആറാറത്തെ പാട്ടൊക്കെ വന്നപ്പോൾ കറക്റ്റ് ആ സെയിം സ്റ്റെപ്പ് കൊറ്റയാൾ പോരാട്ടായിരുന്നു അവിടെ ഫ്രണ്ടിൽ തന്നിട്ട് വമ്പ ഡാൻസ്, നല്ല രസം കിടിലനായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ ഈ ലൈറ്റ് ഷോൻ്റെ വീഡിയോസ് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു പാർക്ക് കണ്ടിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ചെരുപ്പ് ആകെ പണിപ്പാളിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് വിളവേടനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരുപാട് ചെരുപ്പ്, അതായത് എറണാകുളത്തും ചെരുപ്പിരിക്കുന്നുണ്ട്, വീട്ടിലും ചെരുപ്പിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എറണാകുളത്ത് നല്ല ചെരുപ്പുകളൊക്കെ എറണാകുളത്താണ്. അപ്പോൾ ഞാൻ മാരേജിന് വീട്ടിൽ വന്ന സമയത്ത് ഇവിടുന്ന് ഒരു ചെരുപ്പ് കൈ കിട്ടിയൊരു ചെരുപ്പ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അത്ര അങ്ങ് വിചാരിച്ചില്ല കുറേ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഒരു പാട്ടച്ചെരുപ്പ് ഇട്ടിട്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ യാത്ര പോകുമ്പോഴും ഞാൻ ആ ചെരുപ്പ് തന്നെ യൂസ് ചെയ്ത് വലുപ്പം കൂടിയപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്ന ഒരു ടൈപ്പ് ചെരുപ്പാണ് കേട്ടോ. ഞാൻ ഹീൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് ഉള്ളത്. അത് ഭയങ്കര സ്ലിപ്പാവുമായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കാനേ പറ്റുന്നില്ല, ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ നല്ലൊരു വീഴ്ചയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പ് കാരണം എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ സ്വെറ്ററോ ഗ്ലൗസോ അല്ലെങ്കിൽ ക്യാപ്പോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയാകുമ്പോഴേക്കും ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, ഒരു 5-6 മണി വരെ ഭയങ്കര പൊരിഞ്ഞ വെയിലാണെങ്കിൽ ഒരു 7 മണി തൊട്ടങ്ങ് ഭയങ്കര തണുപ്പ്, പെട്ടെന്ന് അങ്ങ് ഉൾട്ടടിച്ചിട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജലദോഷം, വയറിന് ഒരു സുഖമില്ലായ്മയൊക്കെ. പിന്നെ ഈ ചെരുപ്പും മൊത്തത്തിലാകെ ഒരു ശോകമൂഖമായിരുന്നു. പക്ഷേ ഏറ്റവും ആക്റ്റീവായിട്ട് ഞാൻ നിന്നത് ഈ ഒരു ദിവസമായിരുന്നു. പനിയൊക്കെ പോട്ടെ പുല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് ആക്റ്റീവായിട്ട് നടന്നത് ഈ ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ഈ ഒരു ലൈറ്റ് ഷോൻ്റെ അത് നല്ല കിടിലനായിട്ട് കുറച്ചും കൂടെ ഉയരത്തിലൊക്കെ നല്ല കിടിലനായിട്ട് വരാൻ തുടങ്ങി. ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഈ ഒരു ലൈറ്റ് ഷോ. പിന്നെ അപ്പുറത്ത് നല്ല കുഞ്ഞു കുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചേട്ടനാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല കിടിലനായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മൂപ്പര് നിന്ന് വൈബടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ നല്ല 2 കുഞ്ഞു മക്കൾ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അത് ഇരുട്ടത്ത് എത്ര ക്ലിയർ ആവേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല.
പിന്നെ എന്താ കണ്ടോ ഈ ഒരു ചേട്ടൻ നല്ല ഒറ്റയ്ക്ക് ഇന്ന് എന്തൊക്കെയോ എന്താ പറയുക നല്ല കിടലനായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ആറാറത്തേക്ക് സ്റ്റെപ്പ് അതേപോലെയൊക്കെ മൂപ്പർ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും നമ്മുടെ ലൈറ്റ് ഷോ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിട്ട് ഈ ഒരു ലൈറ്റ് ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോ ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള മ്യൂസിക് മറ്റേ ആറാറത്തെ സോങ്ങാണ് കേട്ടോ. കറക്റ്റ് ആ സ്റ്റെപ്പൊക്കെ ആ ചേട്ടൻ ഇടുന്നുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ കുറേ നേരം നമുക്ക് അതന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, മോശമല്ലേ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ആ ചേട്ടൻ്റെ എടുക്കും. പിന്നെ ഈ പിള്ളേർ ഭയങ്കരമായിട്ട് രണ്ടുപേരും നല്ല തകർത്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കുറച്ചെടുക്കും. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് പേരൊക്കെ വൈബടിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു രസം കാണാൻ. അപ്പം ഞാൻ കുറേ നേരം ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ നല്ല മഞ്ഞായിരുന്നു, നല്ല മഞ്ഞ് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ്. എനിക്ക് സംസാരിക്കാനൊന്നും വയ്യായിരുന്നു, ഭയങ്കരമായിട്ട് വായ കോച്ചുക, വായ തുറക്കാൻ തന്നെ വയ്യ, അത്ര വേദനയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച 5 മണി നേരത്തൊക്കെ വെയിലുണ്ടപ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ലെന്ന്. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അങ്കിള് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു സ്വെറ്ററൊക്കെ എടുത്ത് പോരെ, ഭയങ്കര തണുപ്പാണ് ഇവിടെ നിന്ന്. പക്ഷെ ഞാൻ പകുതി എത്തിയപ്പോഴാണല്ലോ നമ്മളിത് അറിഞ്ഞത്, ആ കൈ എത്ര നായി പോയി. പക്ഷെ 6 മണി നേരെയൊക്കെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ആൾ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാണെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ 7-8 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മയെ ഇരിക്കാൻ വയ്യ, ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമ്മുടെ ആ പരിപാടി കഴിഞ്ഞിട്ടാ, ആ മ്യൂസിക്കൽ എന്താണ് എന്താ വെള്ളം ലൈറ്റൊക്കെ ഉള്ള പരിപാടി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഈ ലൈറ്റിൻ്റെ അവിടേക്ക് പോവാണ്. കാലൊക്കെ തണുത്തിട്ട് വേദനിക്കുന്നുണ്ട്. ഗൈസ് നല്ല തണുപ്പിട്ടിട്ടുണ്ട്, കാലൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ട് പോയി. ഞങ്ങൾ സ്വെറ്റർ ഒന്നും എടുത്തില്ല, ഹൂഡി ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കണേ. അയ്യോ പറയുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണെങ്കിലും എനിക്ക് പറയാൻ പോലും പറ്റണില്ല, വായ കോച്ചുന്നുണ്ട്. ഈ സെറ്റപ്പിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത്, പക്ഷെ ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ല, കൈ മരവിക്കുന്നത്, കാലെടുക്കാൻ വയ്യ. ഒരു സോക്സെങ്കിലും വാങ്ങണം എന്നാലിന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. നല്ല സ്പോട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാം, പക്ഷെ ഒന്ന് തണുത്തിട്ടൊന്നും ഇണങ്ങാൻ പറ്റുന്നില്ല, അതാ പ്രശ്നം. എല്ലാവരും മരവിച്ചു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവര്. നല്ല രസമുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ. എനിക്ക് ഫോൺ പോലും പിടിക്കാൻ വയ്യ കേട്ടോ തണുത്തിട്ട്. അരിക്കൊമ്പൻ കാണിച്ചത്, അരിക്കൊമ്പൻ അയ്യോ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഫോണ് പിടിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ചിലപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, കാരണം അപ്പോൾ അതെ വൈൻഡപ്പ് ചെയ്യാം ചിലപ്പോൾ. അപ്പോൾ ഇനി ഞാൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കാരണം എൻ്റെ വായൊക്കെ കോച്ചൊന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു.